students, I am Tishma Chandran. Welcome to the new session of my class. Previous class you have learned that the image formation by plane mirror, concave mirror and convex mirror. Which of this will give the full length images of a large object? Let us explore through an activity. Take one plane mirror and observe the images of distant object, a tree, in that mirror. Will you get the full length images of that tree? Observe the image of same object in concave mirror and convex mirror. Which mirror will give the full length images of that particular tree? We can observe that the convex mirror will give the full length images of that object. We already learned that the convex mirror will give always virtual and erect image. Then it will be small size. എത്ര വലിയ ഇമേജ് ആണെങ്കിലും കോൺവെക്സ് മിററിൽ നമുക്ക് അതിന്റെ ഫുൾ ലെങ്ത് ഇമേജ് വളരെ ചെറുതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? സോ ഇതുപോലുള്ള യൂസസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി യൂസസ് ഓഫ് കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us start uses of concave mirror. Uses of concave mirror. First one, it is used as shaving mirror and makeup mirror. It is because of when they are kept near the face within the focus of concave mirror. It produces enlarged, virtual and erect images of object. We already learned that when we place the object in between focus and pole, then we will get the enlarged images of object. അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ ഫോക്കസിനും പോളിനും ഇടയിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? വലിയ ഇമേജ് ആയിരിക്കും, ഒബ്ജക്റ്റിന്റെ വലിയ ഇമേജ് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്ട്, നിവർന്ന വലിയ ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ഫേസിന് അടുത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുക, അതായത് മിറർ നമ്മൾ ഫേസിന് അടുത്തോട്ട് പിടിക്കുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും? ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. അപ്പോ അതിൽ ഫോം ചെയ്യുന്ന ഇമേജ് വലിയ ഇമേജ് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി വെർച്വൽ ആൻഡ് ഇറക്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് ചെയ്യാനും ഹെയർ കട്ട് ചെയ്യാനാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാനും പറ്റും. Okay, the next one, it is used by, then the second one, it is used by dentists to see larger images of teeth. When they are kept near the patient's face, then the face will be within the focus. So it produces enlarged, virtual and erect images of patient's teeth. So doctor can easily identify the teeth. Okay, അതായത് ഇവിടെ എങ്ങനെ തന്നെയാണ്? പേഷ്യന്റിന്റെ ഫേസിന്റെ അടുത്തോട്ടാണ് മിററിനെ വെക്കുന്നത്. അപ്പൊ ആ പേഷ്യന്റിന്റെ ടീത്ത് എവിടെയായിരിക്കും? ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസസ് enlarged ഇമേജ്. അപ്പോ ടീത്തിന്റെ വലിയ ഇമേജ് ആയിരിക്കും മിററിൽ ഫോം ചെയ്യുക. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടോർച്ചസ്, ബീം ലൈറ്റ്. പിന്നെ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ടോർച്ചിലും ബീം ലൈറ്റിലും ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺകേവ് മിററിനെ കാണാൻ പറ്റും. In torches and beam light, the object at focus, then it produces powerful beam of parallel rays. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഫോക്കസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ ഇമേജ് എവിടെ? ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുക. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേസ് എങ്ങനെയായിരിക്കും? പാരലൽ റേസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ കോൺകേവ് മിറർ, ടോർച്ചിന്റെയും ബീം ലൈറ്റിന്റെയും ഉള്ളിൽ കോൺകേവ് മിറർ വെച്ചിട്ടാവും അതിന്റെ ഫോക്കസിലാണ് നമ്മൾ ബൾബ് വെക്കുന്നത്. ഫോക്കസിൽ ബൾബ് വെക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് വരുന്ന റേസ് പാരലൽ റേസ് ആയിരിക്കും. അപ്പൊ ആ പാരലൽ റേസിന് ഒരുപാട് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, the next, it is used in solar furnaces to produce heat. They have concave reflectors. It reflects the sunlight, then it concentrate heat. അതായത് പാരലൽ റേസ് സൺലൈറ്റ് സണ്ണിന്ന് വരും, എന്നിട്ട് അത് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുമ്പോൾ ആ റേസ് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് കൂടുതലായിരിക്കും. സോ ദ സോളാർ എനർജി വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻടു ഹീറ്റ് എനർജി. Okay, these are the 4 uses of concave mirror. Clear? Next, uses of convex mirror. First one, it is used as rear view mirror for vehicles. They are used by drivers to see backside while driving. We already know that the convex mirror produces virtual and erect image. Then it will be small size comparing with the object. So, ഫ്രണ്ടിലായിട്ട് വെഹിക്കിൾസിന്റെ ഫ്രണ്ടിലായിട്ട് കോൺവെക്സ് മിറർ വെക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്ന വെഹിക്കിൾസിന്റെ ചെറിയ ഇമേജ് കോൺവെക്സ് മിററിൽ ഫോം ചെയ്യും. അപ്പോൾ ബാക്ക് സൈഡിൽ എത്ര ദൂരെയാണ് വെഹിക്കിൾസ് എങ്കിലും അതിന്റെ ചെറിയ ഇമേജ് കോൺവെക്സ് മിററിൽ ഫോം ചെയ്യും. അപ്പോൾ ഡ്രൈവർക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും വെഹിക്കിൾസ് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ഇറ്റ് പ്രൊഡ്യൂസസ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. ഇറ്റ്സ് ഹെൽപ് ടു ഡ്രൈവിംഗ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഷോപ്പ് സെക്യൂരിറ്റി മിറർ. Shopkeepers keep the convex mirror different places.
in big shop. അതായത് വലിയ ഷോപ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ കോൺവെക്സ് മിറർ വെക്കും. It helps to keep track of thieves and shoplifters. It produces wider field of view. The larger portion of shop we can see through one single convex mirror. അതായത് ഒരു ഷോപ്പിന്റെ വലിയ പോർഷൻ ചെറിയ ഇമേജ് ആയിട്ട് കോൺവെക്സ് മിററിൽ ഫോം ചെയ്യും. അപ്പൊ ആ ഷോപ്പിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യാറുണ്ട്. Okay, these are the two main important uses of convex mirror. Clear? Next, sign convention for reflection by spherical mirrors. While dealing with the reflection of light by spherical mirrors, we have to follow a set of sign convention called New Cartesian sign convention. In this convention, the pole of mirror taken as origin, then the principal axis taken as x-axis. This is a concave mirror. Then the pole we have to take as origin. അതായത് പോൾ നമ്മൾ എപ്പോഴും ഇതിന്റെ ഒറിജിൻ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ആക്സിസോ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. ക്ലിയർ? ദെൻ വി ക്യാൻ ഡ്രോ വൺ പെർപെൻഡിക്കുലർ. So this is positive y-axis, this is negative y-axis. Okay, the first point, the object we have to place left of the mirror. എപ്പോഴും ഒബ്ജക്റ്റിന് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് റേസ് എവിടെ തട്ടുന്നത്, മിററിൽ തട്ടുന്നത്. സോ ഓൾവേസ് ദ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മിറർ. ഓക്കെ, then all the distances parallel to the principal axis should measured from pole. ഏതൊരു ഡിസ്റ്റൻസും നമ്മൾ പാരലൽ ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ എവിടുന്ന് മാത്രമേ മെഷർ ചെയ്യാൻ പാടുള്ളൂ, പോളിൽ നിന്ന് മാത്രമേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. സോ ദ ഡിസ്റ്റൻസസ് മെഷർഡ് ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി pole taken as positive. Then the distances measured left side of the pole taken as negative. Okay, then the distances measured perpendicular to the upside of principal axis taken as positive. Then the distances measured perpendicular downward direction taken as negative. അതായത് പോളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് എടുക്കുന്ന ഏതു മെഷർമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ദെൻ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുന്നതോ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കണം, താഴോട്ട് എടുക്കുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ടും എടുക്കണം. These are the 4 points of New Cartesian sign convention. First one, object we have to place left side of the mirror always. Then we should measure all distances from the pole. Then the distances measured right side of the pole taken as positive, left side of the pole taken as negative. Then perpendicular and upward direction taken as positive. Then the perpendicular to the principal axis downward direction taken as negative. Okay, these are the 4 points. Clear? Next, mirror formula. ഇനി മിററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയ ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. That is 1 by f equal to 1 by u plus 1 by v. What is f? You already studied, that is focal length. The distance between pole and focus, that is focal length. Clear? Then what is u? Distance of object from pole. അതായത് നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വെക്കുന്നു പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്, അപ്പൊ എപ്പോഴും എവിടുന്ന് എടുക്കാൻ പാടുള്ളൂ, പോളിൽ നിന്നാണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് എന്ത്, യു എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഫ്രം പോൾ, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരമാണ് യു. ഓക്കെ, നെക്സ്റ്റ് ബി, ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം പോൾ. അതായത് നമുക്ക് എവിടെയാണോ ഇമേജ് കിട്ടിയത് ആ ഇമേജിൽ നിന്ന്, പോളിൽ നിന്ന് ആ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം പോൾ. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള റിലേഷൻ, ഫോക്കൽ ലെങ്ത്തും ഈ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനുള്ള ഫോർമുലയാണ് 1 by f equal to 1 by u plus 1 by v. Then we already studied one formula. What is that?
So relation between R and F. R is equal to 2F. Then R by 2 is equal to F. That is focal length is equal to R by 2. Okay. These are the important formula related to spherical mirror. Next is one of the important term, that is magnification of mirror. It is expressed as the ratio of height of the image to height of the object. That is, we can consider as a small letter m. That is magnification. Magnification is equal to h dash by h. H dash means height of image by height of object. അതായത് ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ദിസ് ഇസ് റിലേറ്റഡ് ടു യു ആൻഡ് വി. ഇത് യുവും വി ആയിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാന്ന് നോക്കാം. m is equal to minus v by u. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം? h dash by h is equal to minus v by u. This is the relation between the magnification and image distance and object distance. Okay. Then, if the magnification is greater than 1, ഇപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാട്ടിലും വലുതാണെങ്കിൽ, greater than 1, ഈ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടിയ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടിയത് 1-നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ ആ ഇമേജ് എങ്ങനെയായിരിക്കും? മാഗ്നിഫൈഡ് ആയിരിക്കും. ഇമേജ് വിൽ ബി മാഗ്നിഫൈഡ്. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഇമേജ് ആയിരിക്കും. വലിയ ഇമേജ്, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, ദെൻ m is equal to 1. ഇനി m എന്ന് പറഞ്ഞത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞത് 1-നോട് ഈക്വൽ ആണെങ്കിലോ ആ ഇമേജ് സെയിം സൈസ് ആയിരിക്കും. ഇമേജ് വിൽ ബി സെയിം സൈസ്. ക്ലിയർ? ദെൻ m is smaller than 1. 1-നേക്കാൾ ചെറുതാണ്. മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടിയത് 1-നേക്കാൾ ചെറിയ വാല്യൂ ആണെന്ന് വിചാരിക്കുക. സോ ദ ഇമേജ് വിൽ ബി ഡിമിനിഷ്ഡ്. ഇമേജ് വിൽ ബി ഡിമിനിഷ്ഡ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ സൈസ്. ഡിമിനിഷ്ഡ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ടിപ്സ് ടു റിമെമ്പർ സൈൻ കൺവെൻഷൻ. ഈ സൈൻ കൺവെൻഷൻ ഓർത്ത് വയ്ക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ്, ഒബ്ജക്ട് ഹൈറ്റ് ഓൾവേസ് പോസിറ്റീവ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, നമ്മൾ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്തായിട്ട് എടുത്ത്? h ആയിട്ട് എടുത്തത് അല്ലെ? ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഒബ്ജക്റ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇമേജ് ഹൈറ്റ്. ഇമേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ഡാഷ് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അതായത് ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജിന്റെ ഹൈറ്റ്. ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ഉണ്ട്, നമുക്ക് വെർച്വൽ ഇമേജ് ഉണ്ട്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേർട്ടർ ഇമേജ് ആയിരിക്കും, തല കീഴായതായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ വരച്ചു? ഇങ്ങനെയാണ് വരച്ചത്. അപ്പൊ ഇങ്ങോട്ടാണ് അതിന്റെ മെഷർമെന്റ്. അപ്പൊ അതെന്തായിരിക്കും? നെഗറ്റീവ്. അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ വെർച്വൽ ആണെങ്കിലോ? വെർച്വൽ എന്ന് പറഞ്ഞാൽ നിവർന്ന ഇമേജ് ആണ് അല്ലെ? നിവർന്ന ഇമേജ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് എങ്ങോട്ട് എടുക്കുക? അപ്വേർഡ് ഡയറക്ഷൻ എടുക്കുക. അപ്പൊ അതെപ്പോഴും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഫ്രം പോൾ. അതായത് പോളിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് ഏത് സൈഡിലാണ് വെക്കാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്ന മെഷർമെന്റ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ യു എപ്പോഴും നമ്മൾ കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് വാല്യൂ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം പോൾ. ഇനി ഇമേജിന്റെ ഡിസ്റ്റൻസ്. ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഉണ്ട്. അപ്പൊ റിയൽ ഇമേജ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും, ഓൾവേസ് നെഗറ്റീവ്. വെർച്വൽ ഇമേജ് ആണെങ്കിലോ പോസിറ്റീവ്. കാരണം വെർച്വൽ ഇമേജ് എപ്പോഴും ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദെൻ റിയൽ ഇമേജ് ഫോം ചെയ്തോ എപ്പോഴും ലെഫ്റ്റ്. നമ്മൾ കോൺകേവ് മിററിന്റെ കേസിൽ പഠിച്ചാണ് റിയൽ ഇമേജ് എപ്പോഴും എവിടെ ഫോം ചെയ്യുക? ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്യുക. അപ്പൊ അത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, പോളിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അത് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ദെൻ ഫോക്കൽ ലെങ്ത്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എവിടെ വരിക? ലെഫ്റ്റ് സൈഡിലാണ് വരിക. നമ്മൾ ഫോക്കസ് വരച്ചത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി കോൺവെക്സ് മിററിന്റെ ആണെങ്കിലോ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലായിരുന്നു അതിന്റെ വെർച്വൽ ഫോക്കസ് ആണ്. അപ്പൊ അത് റൈറ്റ് സൈഡിലായിരിക്കും വരിക.
അപ്പോ അതിന്റെ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് അല്ലായിരിക്കും. ഓക്കെ, ദീസ് ആർ ദി ടിപ്സ് ടു റിമെമ്പർ സൈൻ കൺവെൻഷൻ. ഫസ്റ്റ് വൺ, ഒബ്ജക്ട് ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മേലോട്ടാണ് എടുക്കുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലാണ് മെഷർമെന്റ് എടുക്കുന്നത്. പിന്നെ ഇമേജ് ഹൈറ്റ് റിയൽ ആണെങ്കിലോ നെഗറ്റീവ് ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. എപ്പോഴും ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ദെൻ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം പോൾ, ഇമേജിന്റെ ഡിസ്റ്റൻസ് ഓർ റിയൽ ഇമേജ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഫോക്കൽ ലെങ്ത്, കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഇസ് ഓൾവേസ് നെഗറ്റീവ്, ദെൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ ഓൾവേസ് പോസിറ്റീവ്. So today we discussed 3 topics. First, uses of concave mirror and convex mirror. Second, new Cartesian sign convention. Third, mirror formula and magnification. പിന്നെ ടിപ്സ് പറഞ്ഞു, ഈ സൈൻ കൺവെൻഷൻ ഓർത്ത് വെക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ 3 ടോപ്പിക് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. ഈ മിറർ ഫോർമുലയും സൈൻ കൺവെൻഷനും നന്നായിട്ട് പഠിച്ചാലേ നെക്സ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.